ഹലോ ഗായ്സ്, ഇത് ഫിൻനിഫ്റ്റി എസ്പയർഡേ ആണ്. ഫിൻനിഫ്റ്റി എസ്പയർഡേ നമ്മൾ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ലാസ്റ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, നല്ല പ്രോഫിറ്റ് കണ്ടിരുന്നു. നമ്മൾ ഓവറോൾ നമ്മൾ 5K പ്രോഫിറ്റാണ്. നമ്മൾ ഇന്നൊരു 100%ഓളം റിട്ടേൺസ് ഉണ്ടാക്കിയാണ്. എന്നിട്ട് നമ്മൾ ബുക്ക് ചെയ്തില്ല, നമ്മൾ കുറച്ചുകൂടെ മൊമെൻറ്റ്സ് എക്സ്പെക്റ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും ലോസായി. ഇനി അടുത്ത ട്രേഡ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാണ് ചെയ്തത്. അങ്ങനെ നമുക്ക് ഓവറോൾ 5K പ്രോഫിറ്റാണ്. എൻ്റെ ട്രേഡ് ഞാൻ പറഞ്ഞുതരാം ക്ലിയറായിട്ട്. നല്ല ദിവസമായിരുന്നു, ബട്ട് നമുക്ക് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയില്ല. അത്യാവശ്യം കുറച്ച് കൂടുതൽ ട്രേഡ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ ഓപ്പർച്യൂണിറ്റിയും എടുക്കാൻ വേണ്ടി ഞാൻ നോക്കിയതാണ്. നാച്ചുറൽ ഗ്യാസ് ഇന്നലെ നാച്ചുറൽ ഗ്യാസ് ഞാൻ സാധനം ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോൾഡ് ചെയ്തതല്ല, ആകെ കൈപ്പെട്ടുപോയി. സമയം കഴിഞ്ഞു. ഞാൻ മാർക്കറ്റ് നോക്കിയിരിക്കുമ്പോൾ തന്നെ നോർമലി ടൈം കഴിഞ്ഞ് സാധനം കൈപ്പെട്ടുപോയി. നാച്ചുറൽ ഗ്യാസിലൊരു കോൾ ഓപ്ഷൻ ഇന്നലെ വാങ്ങിയതാണ്. അതിൽ ചെറിയ പ്രോഫിറ്റിൽ നിന്ന് എന്തായാലും എക്സിറ്റ് അടിക്കാൻ പറ്റി. ലോസ് വന്നില്ല. അതുകൊണ്ട് അത് കുഴപ്പമില്ലായിരുന്നു. ചെറിയ ട്രേഡായിരുന്നു. ഇന്നലെ ഈവനിങ്ങല്ല നൈറ്റ് എടുത്താണ്. കുറച്ച് നേരം ഹോൾഡായി. ഞാൻ പിന്നെ ടൈം പോയത് പറഞ്ഞില്ല. ക്ലോസിങ് ടൈം ഞാൻ അധികം കെയർ ചെയ്തില്ല. അപ്പോൾ അതങ്ങനെ ലോസ് വന്നു. ലോസല്ല, അതായത് ഇന്നലെ ക്ലോസ് ചെയ്യുമ്പോൾ ചെറിയ ലോസിലായിരുന്നു. 0.5 അങ്ങനെ ചെറിയ ലോസായിരുന്നു. 100 അപ്പോൾ അത് പിന്നെയും ആ ട്രേഡ് ലോസ് മാറി പ്രോഫിറ്റിലേക്ക് രാവിലെ ഓപ്പൺ ആക്കിയപ്പോൾ കിട്ടിയ കോൾ ഓപ്ഷനായിരുന്നു നാച്ചുറൽ ഗ്യാസ്. അതൊരു നല്ല ട്രേഡ് തന്നെ പറയാൻ പറ്റില്ല. സാധനം ഹോൾഡാവാണ് ചെയ്തത്, ടൈം ശ്രദ്ധിക്കാതെ. മിസ്റ്റേക്കാണ് ശരിക്കും, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ജസ്റ്റ് വേണമെങ്കിൽ കാണിച്ചിടാം എവിടെ നിന്ന് നാച്ചുറൽ ഗ്യാസ് ട്രേഡ് എടുത്തതെന്ന്. നല്ലൊരു പൊസിഷൻ എന്ന് പറയാൻ പറ്റുന്നൊരു പൊസിഷൻ ആയിരുന്നില്ല. നാച്ചുറൽ ഗ്യാസ് വോളിയം കുറവാണ്. ഇന്നലെ ഏറെക്കുറെ ഈ ഒരു പൊസിഷനാണ് എൻട്രി എടുത്തത്. ഇവിടെ നിന്ന് കുറച്ച് താഴോട്ടൊക്കെ വന്ന് വീണ്ടും മേലോട്ട് കയറി. അധികം മൂവ്മെൻറ്റ്സ് ഇല്ല, ചെറിയ മൂവ്മെൻറ്റ്സ് ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അത് ചെറിയൊരു ക്ലോത്തിങ് കിട്ടുമ്പോൾ ഞാൻ എടുത്തതിനേക്കാളും ചെറുതായിട്ട് താഴെയായിരുന്നു. ഓപ്പണിങ് വന്നപ്പോൾ ഏറെക്കുറെ പ്രോഫിറ്റായി. ഞാൻ അപ്പോൾ തന്നെ എക്സിറ്റ് അടിച്ചു. അറിയാണ്ട് കൈപ്പെട്ട സാധനമാണ്. വീണ്ടും മേലോട്ട് പോകുമ്പോൾ വിചാരിച്ചു. ഇന്നലെ ഒരു അപ് ട്രെൻഡ് ആയിരുന്നു, ഇന്നും ഒരു അപ് ട്രെൻഡ് തന്നെയാണ്. ട്രെൻഡ് റിവേഴ്സ് ഉണ്ടാവും തോന്നുന്നില്ല നാച്ചുറൽ ഗ്യാസിൽ. ടൈം കിട്ടിയാൽ ചിലപ്പോൾ ചെയ്യും നാച്ചുറൽ ഗ്യാസ് ട്രേഡ്. എന്തായാലും കുഴപ്പമില്ല. നമുക്ക് ഇന്ന് ഫിൻനിഫ്റ്റിയിൽ നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ എന്ന് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുമുണ്ടായിരുന്നു. ഫിൻനിഫ്റ്റിയിൽ നമ്മൾ ഫസ്റ്റ് എടുത്തത് ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എടുത്ത 2 ഓർഡർ, അതായത് 10-24 എടുത്ത ഓർഡർ നമ്മൾ റിജക്റ്റ് ആവുകയാണ് ചെയ്ത്. എന്താണെന്നറിയില്ല, എന്തോ ഇഷ്യൂ ആയിരുന്നു. ജസ്റ്റ് 10-24 നല്ലൊരു കോൾ ഓപ്ഷൻ കിട്ടിയാണ്, നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാണ്. പക്ഷേ അത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഈ ഒരു പൊസിഷനായിരുന്നു. 10-24 വന്ന് ഇവിടെ നിന്നൊരു റിജക്ഷൻ വന്ന് കൃത്യമായിട്ട് റീട്രേസ്മെൻറ്റ് വന്ന് മേലോട്ട് പോകുന്നതന്നെ റിവ്യൂ ഉണ്ടായിരുന്നു. അതിൻ്റെ പുറത്ത് എടുക്കാൻ എന്നപ്പോൾ നമുക്ക് ഒരു എൻട്രി കിട്ടിയില്ല, മിസ്സായി. ഞാൻ പിന്നെ റിജക്റ്റ് ആയ സമയത്ത് നമുക്ക് റിജക്റ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ വിടും. അത് നമുക്ക് വേണ്ട. പിന്നെ ജസ്റ്റ് നോക്കും, ഇഷ്യൂസ് എന്താ നോക്കും. സിമ്പിളായിട്ട് തന്നെ ആ ഒരു ട്രേഡ് ഞാൻ അങ്ങനെ അവോയ്ഡ് ചെയ്തു. പിന്നെ അടുത്തൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി കൃത്യമായിട്ട്. അവിടെ നിന്ന് എൻട്രി എടുത്തു. ഞാൻ ഏറെക്കുറെ രണ്ടാമത്തെ എൻട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറെക്കുറെ നമ്മൾ 11-7 എൻട്രി എടുത്തത്. പിന്നെ ഇടയിലും ഒരു ഓർഡർ റിജക്റ്റ് ആയി, എന്തോ ഇഷ്യൂസാണ്. അത് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തത് തന്നെയാണ് ശരിക്കും. അത് ഞാൻ പിന്നെ നോക്കിയില്ല. പിന്നെ എടുത്തത് നമ്മൾ 11-7, അതായത് 4 ലോട്ട് 11-7 ആവറേജ് ചെയ്ത് നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് ആവറേജ് 15 ലോട്ട് വരെ ആവറേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. എടുത്ത പൊസിഷൻ ഇതാണ്. ഈ ഒരു പൊസിഷനാണ് ആവറേജ് ചെയ്തത്. എടുത്തതും ഇവിടെ തന്നെയാണ് 11 മണി എന്നൊക്കെ പറയുമ്പോൾ കൃത്യം ഇവിടെ ജസ്റ്റ് ഇതുവരെ നല്ല രീതിക്ക് തന്നെ പൊസിഷൻ ആവറേജ് ചെയ്തു കൃത്യമായിട്ട്. എടുത്ത സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത് അറ്റ് മണിയാണ്. 21,700 സ്ട്രൈക്ക് പ്രൈസാണ് എടുത്തത്. നല്ല പ്രൈസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നമുക്ക് നല്ല രീതിക്ക് പ്രോഫിറ്റും വന്നാണ്. നല്ല രീതിക്ക് വളരെ ക്ലിയർ ആയിട്ട് നല്ല രീതിക്ക് പ്രോഫിറ്റും വന്നാണ്. ഇതിനടുത്ത് 40 ആയിരുന്നു ആവറേജ്, 40 37 ആയിരുന്നു ആവറേജ്. അതേറെക്കുറെ നമുക്ക് 80-86 വരെ ഹൈ വരെ പോയതാണ്. 100% കൂടുതൽ റിട്ടേൺസ് കിട്ടിയതാണ് ആ ഒരു ട്രേഡിൽ. പക്ഷെ ബുക്ക് ചെയ്തില്ല. ലാസ്റ്റ് നമ്മൾ ബുക്ക് ചെയ്തത് 11:53 ഏറെക്കുറെ. ഈ ഒരു പൊസിഷൻ ഈ ഒരു ക്യാൻഡലിലാണ് ഞാൻ ബുക്ക് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് താഴോട്ട് വരുന്നതായിട്ട് ഫീൽ ചെയ്തു. ഞാൻ അപ്പോൾ അങ്ങനെ തന്നെ ബുക്ക് ചെയ്തു. ഞാൻ സ്റ്റോപ്സ് ട്രയൽ ചെയ്യുകയാണ് ചെയ്തത്. 21,725 CPR ലെവൽ തന്നെയായിരുന്നു. പിന്നെ നേരത്തെ ഉണ്ടാക്കിയ ഹൈ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ തട്ടി വീണ്ടും ഒരു ട്രെൻഡ് ആണെങ്കിൽ അവിടെ നിന്ന് മേലോട്ട് പോകുന്നതാണ് വിചാരിച്ച്. ബട്ട് ഞാൻ അവിടെ നിന്ന് എക്സിറ്റ് അടിച്ചു. എനിക്ക് താഴോട്ട് വരുന്നതായിട്ട് ഫീൽ ചെയ്തിട്ട് ഞാൻ അപ്പോൾ തന്നെ എക്സിറ്റ് അടിച്ച് ഞാൻ മാറി ആ ട്രേഡിൽ നിന്ന്. അപ്പോൾ നമുക്ക് ഏറെക്കുറെ ആ ഒരു ട്രേഡിൽ 12K പ്രോഫിറ്റ് ആയിരുന്നു.
ഏറെക്കുറെ 12,000-13,000 രൂപ പ്രോഫിറ്റായിരുന്നു. അത്യാവശ്യം നല്ല പ്രോഫിറ്റ് തന്നെയായിരുന്നു. 26,000 രൂപ ഒരു പ്രോഫിറ്റ് കണ്ട ട്രേഡാണ്. അത് നമ്മൾ 11,000 ബുക്ക് ചെയ്ത് മേലോട്ട് പോകില്ല എന്നുള്ളൊരു വ്യൂവിലാണ് ബുക്ക് ചെയ്തത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കുറച്ച് നേരം നോക്കിയപ്പോൾ എനിക്ക് മേലോട്ട് പോകുന്നതിന് വീണ്ടും തോന്നി. ഞാനപ്പോൾ ഒരു ജസ്റ്റ് ഇന്ത മണി എടുത്തു. ഞാൻ ആ ഒരു അടുത്ത മണി വേണ്ടാന്ന് വെച്ചിട്ട് ഇന്ത മണിയിലേക്ക് മാറി. കുറച്ചുകൂടെ സേഫായി കളിക്കാം, ചിലപ്പോൾ താഴോട്ട് വരാനും ചാൻസ് ഉണ്ട്. മേലോട്ട് പോകുന്ന പോലെ തന്നെ ട്രെൻഡിന് അനുകൂലമായിട്ട് തന്നെ പോകുമെന്ന് ഞാൻ ഒന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറേ ഒരു ഇന്ത മണിയും കൂടി എടുത്തു. അത് എക്സിറ്റ് അടിച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞ് ഇന്ത മണി കൂടെ എടുത്തു. ജസ്റ്റ് രണ്ടിലോട്ടായിട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്തത്. 21,650 എടുത്തത്, ഏറെക്കുറെ 100 രൂപ 100-104 എടുത്ത് ഇവിടെ നിന്ന് തന്നെ വീണ്ടും മേലോട്ട് പോയിട്ട് സ്റ്റോപ്പ് ലോസ് തന്നെയായിരുന്നു. ബട്ട് ഞാൻ നടന്ന് താഴോട്ട് വന്നപ്പോൾ ജയിറ്റായിട്ട് ആവറേജ് ചെയ്ത് 6 ലോട്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. അങ്ങനെ ആ ഒരു ട്രേഡിൽ നമുക്ക് അത്യാവശ്യം ലോസ് വന്നു. ഒരു 6,000 രൂപയോളം നമുക്ക് ലോസ് നമ്മൾ ആ ഒരു ട്രേഡിൽ മാത്രം വന്നിട്ടുണ്ടായിരുന്നു. സിമ്പിളായിരുന്നു, ആ ചെറിയ ലോസായിരുന്നു. ആ ലോസ് നമ്മൾ വളരെ ചെറിയ ലോസായിരുന്നു. ഉള്ള പ്രോഫിറ്റിൻ്റെ പകുതിയോളം പ്രോഫിറ്റ് നമ്മൾ വീണ്ടും അത് പോയി. അപ്പോൾ അത് വിട്ടു. നോർമലി ആ ട്രേഡ് വിട്ടു. വീണ്ടും മേലോട്ട് താഴോട്ട് വന്നപ്പോൾ വീണ്ടും ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. വീണ്ടും ട്രേഡ് എടുത്ത പൊസിഷൻ എന്ന് പറയുന്നത് ഈ ഒരു പൊസിഷനാണ്. അവിടെ നിന്ന് വീണ്ടും മേലോട്ട് പോകുമെന്ന് പറഞ്ഞിട്ടാണ് എൻട്രി എടുത്തത്. സ്റ്റോപ്പ് ലോസ് ഈ ഒരു ലെവലിൻ്റെ താഴെ CPR തന്നെ ആ വയലറ്റ് ലൈനിൻ്റെ താഴെയാണ് സ്റ്റോപ്പ് ലോസ് വെച്ചത്. അവിടെ നിന്ന് എടുത്തു. ആ ഒരു ട്രേഡും നമ്മൾ ലോസിലാണ് എക്സിറ്റ് അടിച്ചത്. ആ ഒരു സ്ട്രൈക്ക് പ്രൈസ് നമ്മൾ തന്നെയാണ് എടുത്തത്. 3 ലോട്ടേ എടുത്തുള്ളൂ. വെറും 3 ലോട്ട് നമ്മൾ 60-നാണ് എടുത്തത്. ഏറെക്കുറെ 12-24-ന് അതൊരു 1-20-നാണ് നമ്മൾ എക്സിറ്റ് അടിച്ചത്. 24-നല്ല 44-ന് ഏറെക്കുറെ ഈ ഒരു പൊസിഷൻ എടുത്തു. ജസ്റ്റ് വീണ്ടും 1-19 ക്യാൻഡിൽ ക്ലോസ് ചെയ്യാറാകുമ്പോൾ എക്സിറ്റ് അടിച്ചു. വീണ്ടും അവിടെ നിന്ന് താഴോട്ട് വരുന്നതായിട്ട് തന്നെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് എടുത്തത്. അതങ്ങനെ ആ ട്രേഡും നമ്മൾ ലോസിൽ എക്സിറ്റ്. സ്റ്റോപ്പ് ലോസ് അടിക്കുന്ന ട്രേഡ്സ് നമുക്ക് വേറെ മനസ്സിലാവാൻ ചാൻസ് ഉണ്ട്. കുറച്ച് നോക്കിക്കഴിഞ്ഞാൽ, കുറച്ച് എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ താഴോട്ട് വരുമോ മേലോട്ട് പോകുമോ എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ ആ ട്രേഡ് നമ്മൾ എക്സിറ്റ് അടിച്ച് മാറി. എന്നിട്ട് പിന്നെ നമ്മൾ വീണ്ടും ഒരു ട്രേഡ് എടുത്തു. അത് ബാങ്ക് നിഫ്റ്റിയിലായിരുന്നു. അത് അത്യാവശ്യം നല്ല പൊസിഷൻ തന്നെയായിരുന്നു ബാങ്ക് നിഫ്റ്റിയിലെ. പക്ഷേ നമ്മൾ ആ ഒരു സമയത്ത് നോർമലി നമ്മൾ ട്രേഡ് എടുക്കാത്തതാണ്. ബട്ട് ഇന്ന് എടുത്തു. ജസ്റ്റ് എല്ലാ ഓപ്പർച്യൂണിറ്റി എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് എടുത്തത്. ഈ ഒരു പൊസിഷനാണ് ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് എടുത്തത്. അവിടെ ഒരു ലെവലുണ്ട്, അതായത് ഇന്നലെ ഉണ്ടാക്കിയൊരു ഹൈ ഉണ്ട്. അപ്പോൾ ആ ഒരു ഹൈനെ വീണ്ടും ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ട് മേലോട്ട് പോകുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് ട്രേഡ് എടുത്തത്. ജസ്റ്റ് 2 ലോട്ട്, അതായത് ഒരു എക്സ്പെരിമെൻറ്റ് പോലെ എടുത്താണ് മൂമെൻറ്റ്സ് കിട്ടുമെന്ന്. അതിൽ നമ്മൾ ചെറിയ ലോസ് ബുക്ക് ചെയ്ത് ഏറെക്കുറെ ഒരു 3-6 എക്സിറ്റ് അടിച്ചു. 2:35 നമ്മൾ എൻട്രി എടുത്തിട്ട് ഏറെക്കുറെ 3-6 എക്സിറ്റ് അടിച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അധികം നേരം ഞാൻ 3 മണിക്ക് ശേഷം നോർമലി ട്രേഡ് ചെയ്യാത്തതാണ്. എന്നിട്ട് 3-6 വരെ വെയിറ്റ് ചെയ്തു. സ്റ്റോപ്പ് ലോസ് ഈ ഒരു ലെവലിൻ്റെ താഴോട്ട് വെച്ചിട്ട് കൃത്യമായിട്ട് ഈ ഒരു ക്യാൻഡിൽ തന്നെ താഴ്ന്ന ക്ലോസിങ് കിട്ടുകയും ചെയ്തു. ബട്ട് അതിപ്പോൾ വെച്ചിരുന്നെങ്കിൽ നമുക്കൊരു ചെറിയൊരു പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റില്ല, അതെ ലോസ് ഇല്ലാണ്ട് എക്സിറ്റ് അടിക്കാമായിരുന്നു, ചെറിയൊരു പ്രോഫിറ്റ് തന്നെ. പക്ഷെ അത് കാര്യമില്ല, ഞാൻ നോർമലി അത് വിട്ടു. അങ്ങനെ നമ്മൾ ഓവറോൾ 5K പ്രോഫിറ്റ് ആയിരിക്കുകയാണ്. 5K ഇതിൽ നിന്ന് 25K നമുക്ക് പ്രോഫിറ്റ് കണ്ടതാണ്, നമ്മൾ ബുക്ക് ചെയ്തില്ല. നമുക്കൊരു 12K ഒക്കെ നമ്മൾ ബുക്ക് ചെയ്തതാണ്. ബട്ട് അതിൽ നിന്ന് നമ്മൾ വീണ്ടും കുറേ ട്രേഡ് എടുത്ത് ലോസ് ആക്കുകയാണ് ചെയ്തത്. നോ പ്രോബ്ലം, നമ്മളത് അക്സെപ്റ്റഡ് ആണ്. കുഴപ്പമില്ലാത്ത ട്രേഡാണ്. ഇന്ന് നമുക്ക് ഇന്നലെ ഉണ്ടാക്കിയ നമ്മൾ ലോസ് ഇന്ന് കവർ ചെയ്തു എന്ന് വിചാരിക്കാം. ബട്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. എനിക്ക് പുട്ട് ഓപ്ഷനിലേക്ക് ഞാൻ വ്യൂ പോയതേ ഇല്ല. മാർക്കറ്റ് ഉച്ചയ്ക്ക് ശേഷം, അതായത് ഫസ്റ്റ് ഹാഫ് അപ്പും സെക്കൻഡ് ഹാഫ് ഡൗണും ആയിരുന്നു. ഡൗണിലേക്കുള്ളൊരു വ്യൂ എനിക്ക് പോയതേ ഇല്ല. നിഫ്റ്റിയൊക്കെ നല്ല ഡൗണാണ് വന്നത്. സെക്കൻഡ് ഹാഫ് നല്ല രീതിക്ക് ഓപ്പൺ റേഞ്ചൊക്കെ ലോയൊക്കെ ബ്രേക്ക് ചെയ്ത് നല്ല രീതിക്ക് ഡൗൺ ആയിട്ടാണ് നിഫ്റ്റി വന്നത്. ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയും കുറച്ചുകൂടെ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അധികം ഡൗൺ വന്നിട്ടില്ല. എന്തായാലും നല്ല മാർക്കറ്റായിരുന്നു. നമ്മൾ ക്ലിയർ ആയിട്ടായിരുന്നു. ട്രേഡും വലിയ കുഴപ്പമില്ലാത്ത രീതിക്ക് തന്നെയായിരുന്നു, നല്ല ട്രേഡ് തന്നെയായിരുന്നു. ഏറെക്കുറെ എല്ലാ ഓപ്പർച്യൂണിറ്റി എടുക്കാൻ നോക്കി. ഇന്ന് ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഒരുപാട് ട്രേഡിൻ്റെ എണ്ണം വളരെ കൂടിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ എല്ലാ ട്രേഡും എടുക്കാൻ നോക്കിയതാണ്, വേറെ ഒന്നല്ല. ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതൊക്കെ മാക്സിമം, അതായത് 1-2 ലോട്ട്സിലാണെങ്കിലും ചെറിയ പ്രോഫിറ്റ്സ് എടുക്കാൻ നോക്കിയതാണ്. പിന്നെ എടുത്ത ട്രേഡ്സൊക്കെ, ഫസ്റ്റ് എടുത്ത ട്രേഡ് ഫുൾ ലോട്ട്സ് ആഡ് ചെയ്ത് ഫുൾ ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ടാണ് എടുത്തത്. അതിൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് വരികയും ചെയ്തു. അത് ഷോർട്ട് ആയതുകൊണ്ടാണ് എടുത്തത്. ബാക്കിയുള്ളതൊക്കെ ഞാൻ ജസ്റ്റ് 3 ലോട്ട് 4 ലോട്ട്സൊക്കെ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്തത്.
എന്നാലും കുഴപ്പമില്ല, നല്ല ട്രേഡായിരുന്നു. ഇനി നമുക്കിപ്പോൾ നാളെ നോക്കാം. നാളെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി എക്സ്പയർ ഡേ ആണ്. വ്യാഴാഴ്ച ഹോളിഡേ ആയതുകൊണ്ട് നമുക്കിപ്പോൾ നാളെ നല്ല പ്രോഫിറ്റ് കൺഫേം ആയിട്ട് ഉണ്ടാക്കാം. നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ മാത്രം. അല്ലെങ്കിൽ നമ്മൾ ചെറിയ ട്രേഡൊക്കെ എടുത്ത് നമുക്ക് ചെറിയ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയ ചെറിയ പ്രോഫിറ്റ്, അല്ലെങ്കിൽ നല്ല ട്രേഡ് എന്തായാലും എടുക്കാം. അപ്പോൾ എന്തായാലും ഓക്കെ, ബൈ.